ലണ്ടനിൽ ഒരു ബസ്സിൽ കേരള ടൂറിസത്തിന്റെ പരസ്യം കണ്ടിരുന്നു. ഞാനത്. അപ്പൊ ആ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആ രാജ്യത്ത് ഇങ്ങനെ അറിയപ്പെടും. എത്ര മലയാളികളാണ് അവിടുന്ന് സന്തോഷത്തോടെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും. ഞാനവിടെ 2 കൊല്ലം മുമ്പ് പോയപ്പോൾ അവർ വന്നത് പറഞ്ഞു. അപ്പം അതൊക്കെ ഒരു പുതിയ പുതിയ ചുവടുവെപ്പുകളാണ്. ഇപ്പോൾ വയനാട് നല്ല സ്ഥലമല്ലേ? വയനാട് പോയിട്ടില്ലേ? മനോഹരമായ സ്ഥലമാണ് വയനാട്. എനിക്ക് ബാംഗ്ലൂരിൻ്റെ തൊട്ടടുത്താണ്. വയനാട്ടുകാർക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പം ബാംഗ്ലൂർ എത്താനാണ്. കർണാടക ക്യാപിറ്റലാണ്, കേരള തലസ്ഥാനത്തേക്കാൾ അവർക്ക് എളുപ്പം. പക്ഷേ ബാംഗ്ലൂരല്ലേ വയനാട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ വയനാട് ടൂറിസത്തെ അങ്ങനെ ഒരു രീതി കണ്ടോ? നമ്മളതിന് ശേഷം ബാംഗ്ലൂർ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IT ഹബ്ബാണ്. എല്ലാ സിനിമാ തിയേറ്ററിലും ബാംഗ്ലൂർ പോയിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം വയനാട് ടൂറിസത്തിൻ്റെ പരസ്യമാണ്. ബാംഗ്ലൂരിലെ FM റേഡിയോസ് വയനാട് വയനാട് വയനാട്. രാവിലെ റേഡിയോ ഓൺ ചെയ്ത് ജോലിക്ക് പോകുന്ന ടെക്കീസ് മുഴുവൻ ഇതാ കേൾക്കുന്നത്. ന്യൂസ് പേപ്പേഴ്സ് വയനാട്. ഒരു റിസോർട്ടിലൊരു മുറി പോലും ഒഴിവില്ലാതെ. ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടായി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചിലർ അങ്ങനെ പറയണം, അങ്ങനെ തന്നെ പറയും. ബാംഗ്ലൂരിലൊരു ട്രെൻഡായി ശനി ഞായർ വയനാട്. ആ ട്രെൻഡ് വന്നു. ഇപ്പോൾ തുരങ്കപാത കൂടി വരാൻ പോവുക. അത് നമുക്ക് കൂടുതൽ. അപ്പോൾ അതെന്തുകൊണ്ട്? അവിടെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് വയനാട് ടൂറിസത്തെ ബാംഗ്ലൂരിൽ മാർക്കറ്റ് ചെയ്യണം. മൂന്നാറിനെ നമ്മൾ വലിയ നിലയിലേക്ക് മാറ്റിയപ്പോൾ ഇപ്പോൾ മൂന്നാർ ഉണ്ടായതിനു ശേഷം സർവകാല റെക്കോർഡ് ഫോറിൻ ടൂറിസ്റ്റുകളാണ്. കോവിഡിന് ശേഷം ഫോറിൻ ടൂറിസ്റ്റുകൾ പഴയ നമ്പറിലേക്ക് ലോകത്തെത്തിയിട്ടില്ല പല രാജ്യങ്ങളിലും. പക്ഷെ മൂന്നാറിലെത്തി. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ മാർക്കറ്റിംഗ് മൂന്നാറിനെ വേൾഡിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു. നമ്മൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം പ്രിഫർ ചെയ്തത് മൂന്നാറിനെ ഹൈലൈറ്റ് ചെയ്യാൻ. അതിൻ്റെ ഗുണമുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ്, അതുപോലെ നമ്മൾ ഒരു എല്ലാം ഒരേപോലെയാകരുത്. ഒരേപോലെ ഓരോ റീജിയൻ എടുത്ത് ആ റീജിയൻ എങ്ങനെ പ്രത്യേകം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ നോക്കി ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മാറ്റം ഉണ്ടാവും. അതിലിപ്പോൾ ഓണത്തിന് കണ്ടത്, ഓണം എല്ലാ കാലവും ഉണ്ടാകുന്നതാണല്ലോ. പക്ഷെ ഓണത്തിന് വേണ്ടി മാത്രം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഒരു കൊല്ലത്തെ വർക്കാണ്, ഒരു 1 ഇയർ വർക്ക്. 10 രാജ്യങ്ങളിൽ നിന്ന് ആൾ വന്നു. എന്താണ് ഓണം, ഓണം എന്താണ്, ഓണത്തിൻ്റെ ഗുണം എന്താണ്, ഇതിങ്ങനെ പ്രചരിപ്പിച്ച് എന്നാൽ പിന്നെ ഒന്ന് പോയി കളയാമെന്ന് കരുതി. ഇതാണോ സാധ്യത? ഇതിന് 100 ഇരട്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഓണം, മതസാഹോദര്യം, കേരളത്തിൻ്റെ സമൃദ്ധി, സ്നേഹം, സഹവർത്തിത്വം, ഓണത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലാകെയുള്ള ഓണാഘോഷം, ഇതൊക്കെ കൊണ്ട് ലോകത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ സ്പെയിനിലും ജപ്പാനിലും ഒക്കെ ചില പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ നിങ്ങൾ കണ്ടില്ല, അതിനുവേണ്ടി മാത്രം ആൾ വരുന്നു. അതുപോലെ കേരളത്തിലേക്ക് ഓണത്തിന് ആൾ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റവന്യൂ വർദ്ധിക്കും. ഓണത്തിന് വരുന്നപ്പോൾ പിന്നെ ഓണത്തിന് മാത്രമായിട്ടല്ല വരും, ആ രാജ്യത്ത് നിന്ന് പല സമയത്തും വരും. ഇപ്പോൾ ഫെസ്റ്റിവലുകളെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു, പ്രത്യേക സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യുന്നു, ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരുന്നു. ഇതാണ് ടൂറിസത്തിന് വേണ്ടത്. അപ്പം അത് നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു.